ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ മാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, ഇന്നൊരു ഭയാനകമായ ഹൊറർ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശരിക്കും പേടിക്കാൻ താല്പര്യമുള്ളവർക്ക്, തമാശയൊന്നുമില്ലാതെ പേടിച്ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ സിനിമയാണിത്. ഒരുപാട് ഡിസ്റ്റർബിങ് സീനുകളുണ്ട്. ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന സംഭവം, ഇതൊരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണത്രേ. ഇതിലെവിടെയാണ് ആ യഥാർത്ഥ കഥ എന്നറിയില്ല. എന്തായാലും കാണുന്നവർ കണ്ണുമിഴിച്ച് പേടിച്ചിരിക്കുന്നുള്ളത് ഉറപ്പാ. കഴിഞ്ഞ പ്രാവശ്യത്തെ സിനിമ ഇതിനു മുൻപ് ചെയ്താണെന്ന് അറിഞ്ഞതിൽ ഖേദമുണ്ട്. എന്തായാലും നമ്മുടെ ചാനൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ നിങ്ങളും മറന്നിട്ടുണ്ടാവുന്നു. സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ വട്ടം വരച്ച് അതിന് നടുവിലായി മുട്ടുകുത്തി നിർത്തിയിരിക്കുന്നു. അവളുടെ അടുത്തേക്ക് നഗ്നാശ്വരനായി ഒരു മുത്തപ്പൻ വരും. അയാൾ അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. എന്തോ റഷ്യൻ ഭാഷയിലാണ്. അവിടെ ആ രണ്ടുപേര് മാത്രമല്ല, വേറെയും ആരൊക്കെയോ ഉണ്ട്. ഒരു സ്ത്രീ ഇവിടെ നടക്കുന്നതല്ല, അവളുടെ വീഡിയോ ക്യാമറയിൽ പകർത്തുന്നുണ്ടാവും. ഇവരെ തൊട്ടടുത്തായി ഒരു ഡെഡ് ബോഡിയും കിടക്കുന്നുണ്ട്. ഈ പരിപാടികളൊക്കെ കാണുമ്പോൾ അതെന്തായാലും ഒരു മന്ത്രവാദ റിച്വൽ ആണെന്ന് മനസ്സിലായി. ഇതിന്റെ അവസാനം ആ വട്ടത്തിനകത്തിരുത്തിയിരുന്ന പെണ്ണിനെ ഇവര് കയറിട്ട് കുരുക്കി കൊല്ലുകയാണ്. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പ്രസന്റ് ഡേയിൽ അമേരിക്കയിലെ ഒരു ചെറിയ ഗ്രാമം, അവിടെ ഏഷ്യൻ മുഖമുള്ള ഒരു പെൺകുട്ടി ബസ് കാത്തു നിൽപ്പുണ്ടാവും. അവളുടെ തൊട്ടരികിലായി ഇവൾക്ക് അറിയാത്ത അവളുടെ അതേ പ്രായമുള്ള മറ്റ് ചില ടീനേജ് പെൺകുട്ടികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവൾ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങളെല്ലാവരും ഇവിടുത്തെ സ്കൂളിലാണോ പഠിക്കുന്നത്, ഇപ്പൊ സിറ്റിയിലേക്കാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുക. അതിനൊന്നും ആ പെൺകുട്ടികൾ മറുപടി പറയുന്നുണ്ടാവില്ല. നമ്മുടെ പെൺകുട്ടിയെ കാണുമ്പോൾ അവൾക്ക് കാഴ്ചയിൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇവളുടെ ചോദ്യങ്ങൾക്ക് ആ പെൺകുട്ടികൾ മറുപടി പറയാതെ, നീ എന്തിനാ ഞങ്ങളോട് ഇതൊക്കെ ചോദിക്കുന്നതെന്നായിരിക്കും തിരിച്ചു പറയുക. അപ്പോഴായിരിക്കും ബ്രിട്ടീഷ് ലുക്കുള്ള മറ്റൊരു പയ്യൻ അങ്ങോട്ട് വരുന്നു. പൈപ്പർ, ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ, ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന് അവൻ നമ്മുടെ പെൺകുട്ടിയോട് ചോദിക്കുന്നു. അപ്പൊ അവള് പറയും, ഇവൻ ആരാണെന്ന് പോലും എനിക്ക് അറിയില്ലെന്ന്. അപ്പൊ ആ ചെറുക്കൻ, ഞാൻ ഇവളുടെ സഹോദരനാണെന്ന് പറയും. അതിന് പൈപ്പർ, ആ പെൺകുട്ടിയുടെ പേര് പൈപ്പർ എന്നാണ്. അവള് പറയാണ് സഹോദരനൊന്നുമല്ല, സ്റ്റെപ്പ് ബ്രദർ ആണെന്ന്. ഇതെല്ലാം കേട്ട് ആ മറ്റേ പെൺകുട്ടികൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവും. നമ്മുടെ പയ്യൻ ആൻറ്റി, ANDY ആൻറ്റി ആണേ, ഓൺട്ടി അല്ല. അവൻ അനിയത്തിക്കുട്ടീനെയും വിളിച്ച് തിരിഞ്ഞു നടന്നു പോവാണ്. അപ്പൊ ഈ പെൺകുട്ടികൾ നമ്മുടെ പൈപ്പറിനെ കളിയാക്കി ചിരിക്കുന്നുണ്ടാവും. അവളുടെ രൂപത്തെയും ഭാവത്തെയൊക്കെ അവർ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ ആൻറ്റി ആവട്ടെ, ആ കുട്ടികൾക്കെല്ലാം നിന്നെ ഇഷ്ടപ്പെട്ടു, നിന്നോട് സംസാരിക്കാൻ അവർക്കും താല്പര്യമുണ്ട് എന്നാണ് അനിയത്തിയോട് പറയുക. ഇവർ സ്റ്റെപ്പ് ബ്രദറും സ്റ്റെപ്പ് സിസ്റ്ററും ആണ്. അവർ കാണാൻ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, എന്നാൽ നിന്റെ അത്രയും ഭംഗിയില്ല, നിന്നെപ്പോലെ നന്നായിട്ട് വസ്ത്രവും ധരിച്ചിട്ടില്ലെന്ന് ആൻറ്റി പറയും. സോ ഇത് തന്നെ മനസ്സിലാകും ആൻറ്റിക്ക് അനിയത്തി കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുന്നു. ആൻറ്റി കാറിൽ എന്തോ പണിഞ്ഞുകൊണ്ടിരിക്കാവും. അപ്പോഴായിരിക്കും പൈപ്പർ എന്ന് വിളിക്കുന്നു. ആൻറ്റി, അച്ഛൻ കതക് തുറക്കുന്നില്ല, കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, അച്ഛൻ ബാത്റൂമിനകത്താണ്, കയറിയിട്ട് കതക് തുറക്കുന്നില്ല, എനിക്ക് പേടിയാവുന്നു എന്ന് അനിയത്തി പറയും. ഉടനെ ആൻറ്റി ഓടിച്ചെന്ന് കത്തി കൊണ്ട് കതവിന്റെ ലോക്ക് പൊളിച്ച് അച്ഛന്റെ ബാത്റൂമിനകത്തേക്ക് കടക്കാണ്. കടന്ന് നോക്കുമ്പോണ്ട് വായെല്ലാം വെന്ത് പൊളിഞ്ഞ അവസ്ഥയിൽ എന്തൊക്കെയോ ഛർദ്ദിച്ച് അച്ഛൻ അനക്കമില്ലാതെ നിലത്ത് കിടക്കുകയായിരിക്കും. ആള് മരണപ്പെട്ടു. അധികം വൈകാതെ പോലീസുകാർ വരുന്നു. അവർ ഡെഡ് ബോഡി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഈ അച്ഛന് ക്യാൻസർ ഉണ്ടായിരുന്നു, എന്നാലും അദ്ദേഹം കീമോയൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ആരോഗ്യസ്ഥിതിയിൽ തന്നെ ആയിരുന്നു. എന്നിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. പോലീസുകാരും ഡോക്ടേഴ്സും ആണെങ്കിൽ അച്ഛന്റെ ക്യാൻസർ തന്നെയാണ് കാരണം എന്ന് പറയും. എന്തായാലും ഇതെല്ലാം കഴിയുമ്പോൾ ഈ രണ്ട് പ്രായപൂർത്തിയാവാത്ത പിള്ളേരെ ഗവൺമെന്റ് ആരുടെയെങ്കിലും പ്രൊട്ടക്ഷനിലായിരിക്കണം ഇനി നിർത്തേണ്ടത്. അതിനൊക്കെ അവരെ നാട്ടിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈ പിള്ളേർക്ക് അമ്മമാരില്ല, അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങേരും മരണപ്പെട്ടതുകൊണ്ട് ഇനി ഇവരെ അനാഥ മന്ദിരത്തിലോ ഫോസ്റ്റർ ഹോംസിലേക്കോ മാറ്റണം. ആ കാര്യം പറയാൻ വേണ്ടി ചൈൽഡ് പ്രൊട്ടക്ഷനിലെ ആൾക്കാർ ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോവാം. അപ്പൊ അവര് പൈപ്പറിനോട് ചോദിക്കും, നിനക്ക് എത്രത്തോളം കാഴ്ചയുണ്ടെന്ന്. പൈപ്പർ പറയും, എനിക്ക് ചെറുതായിട്ട് ലൈറ്റും ഷേപ്പും മാത്രമേ കാണാൻ പറ്റുള്ളൂ, മറ്റൊന്നും തന്നെ കാണാൻ പറ്റില്ല എന്ന്. വളരെ ചെറിയ രീതിയിലുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ നമ്മുടെ പെൺകുട്ടിക്ക്. പൈപ്പറെ നോക്കാൻ ഒരു ഫോസ്റ്റർ മദർ തയ്യാറായി എന്ന് ആ ചൈൽഡ് പ്രൊട്ടക്ഷനിലെ ലേഡി ഓഫീസർ പറയും. ആന്റി ആണെങ്കിൽ മറ്റൊരു അനാഥ മന്ദിരത്തിലേക്ക് മാറ്റാന്നാണ് ഇവരെടുത്തിരിക്കുന്ന തീരുമാനം. എന്നാൽ പൈപ്പർ ആണെങ്കിൽ, ഞങ്ങളെ രണ്ടുപേരെയും തനിച്ച് മാറ്റി നിർത്തരുത്, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ഒരുമിച്ചേ കഴിയാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ ആ ഓഫീസർ ലേഡി, ആന്റിക്ക് ഇനിയും 18 വയസ്സായിട്ടില്ല, അതിന് 3 മാസം കൂടെ ഉണ്ട്, 3 മാസം കഴിഞ്ഞിട്ട് അവൻ ഗാർഡിയൻഷിപ്പിന് അപേക്ഷിച്ചോട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് കഴിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആന്റി പറയും, ഞങ്ങൾക്ക് തീരെ അറിയാത്ത ഒരാളുടെ അടുത്തേക്ക് എനിക്ക് പൈപ്പറെ വിടാൻ ബുദ്ധിമുട്ടുണ്ട്, അവൾ ആരോഗ്യസ്ഥിതി നിങ്ങൾക്കറിയാലോ,
അവരെന്നെയും കൂടി ദത്തെടുക്കുകയാണെങ്കിൽ ഒരു 3 മാസം വരെ ഞാൻ അവിടെ കഴിഞ്ഞോളാം, കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് ആന്റി പറയുക. അതിന് ഓഫീസർ ലേഡി പറയും, ഈ ഫോസ്റ്റർ മദർ ഇതിനു മുൻപും ചില കുട്ടികളെ ദത്തെടുത്ത് വളർത്തിയിട്ടുണ്ട്. അതിൽ പല കുട്ടികളും പ്രശ്നക്കാരായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളെ അവർക്ക് പേടിയാണെന്ന് പറയും. അതായത് നമ്മുടെ ആന്റി ഒരു പ്രശ്നക്കാരനാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇത് കേട്ട പൈപ്പർ ചോദിക്കും, ആന്റി നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോന്ന്? അതിന് ആന്റി പറയും, UP പഠിക്കുമ്പോൾ ചെറിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ വെച്ച്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭയക്കണ്ട. ആ പുതിയ ഫോസ്റ്റർ മമ്മിയോട് സംസാരിച്ച് നോക്കൂ, കുറച്ചു നാളല്ലേ, ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയൂ, ഞങ്ങളെ പിരിക്കരുത് എന്നും പറഞ്ഞ് ആന്റി അപേക്ഷിക്കുകയാണ്. അതിന് ആ ഓഫീസർ ലേഡി സമ്മതിക്കും. ഞാൻ ചോദിച്ചു നോക്കാം, നീ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നാണ് അവർ പറയുക. അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേർ വീട്ടിലേക്ക് വന്ന് അവരെ പുതിയ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരിക്കും. ആ സമയത്ത് പൈപ്പർ അച്ഛന്റെ മുറിയിൽ കയറി അച്ഛന്റെ കട്ടിലിനടിയിലേക്ക് ഒളിച്ചു കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ആന്റി അനിയത്തിക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ പറ്റിയേ, എന്തേലും കുഴപ്പമുണ്ടോ, വിഷമാണെന്ന് ചോദിക്കും. അതിന് പൈപ്പർ പറയും, ഞാൻ അങ്ങേരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഈ മുറിയിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മണമുണ്ട്, കുറച്ചു നേരെങ്കിലും ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ആന്റി പറയും, നീ ആ ഫ്ലൈറ്റ് പോകുന്ന ശബ്ദം കേട്ടില്ലേ, നമ്മുടെ കൂടെയുള്ളവർ മരിച്ചാൽ അവര് കത്തി ഇല്ലാതാകുമെന്നോ കുഴിച്ച് മൂടപ്പെടുമെന്നോ വിചാരിക്കണ്ട, ഒരു ഫ്ലൈറ്റ് പിടിച്ചവര് സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചാൽ മതി. അതാണിപ്പോ സംഭവിച്ചത്. പപ്പ നമ്മളെ വിട്ട് എങ്ങും പോയിട്ടില്ല, ഒരു ട്രിപ്പ് പോയതാണെന്ന് കൂട്ടിയാൽ മതി, അദ്ദേഹത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ പൈപ്പർ പറയും, അച്ഛന്റെ മണമുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ നോക്കിയതാ, അപ്പോഴേക്കും അവരച്ഛന്റെ വസ്ത്രം എല്ലാം എടുത്ത് അലക്കി. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാ? അതിന് ചേട്ടൻ ആന്റി, അതുകൊണ്ട് കുഴപ്പമില്ല, അച്ഛന്റെ പില്ലോയും ബെഡ്ഷീറ്റും ഉണ്ടല്ലോ, അത് അലക്കിയിട്ടുണ്ടാവില്ല, നമുക്ക് അത് എടുത്തുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് മക്കളെ രണ്ടും അച്ഛന്റെ പില്ലോയും ബെഡ്ഷീറ്റും എടുത്ത് കാറ് ഓടിച്ച് അവരുടെ പുതിയ ഫോസ്റ്റർ മദറിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അത് സിറ്റിയിൽ നിന്നും മാറി ചെറിയൊരു വനത്തിനകത്തായിരിക്കും ഒരു തനി വീട്. ആന്റി കാർ ഓടിച്ച് ആ വീടിന് മുന്നിലേക്ക് എത്തി. ആ വീടിന് ഫ്രണ്ടിലായിട്ടൊരു വൈറ്റ് ലൈൻ കാണാം. അതെങ്ങനെ അവിടെ വന്നു എന്ന് മനസ്സിലാകുന്നില്ല. വീടിന് ചുറ്റും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. ജോലിക്കാരും ഇല്ലാത്തതുകൊണ്ട് വീട് ലേശം വൃത്തികേടായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പൊ ആന്റിയും പൈപ്പറും കോളിംഗ് ബെല്ലടിച്ച് വീടിനകത്തേക്ക് കിടക്കുന്നു. അവരുടെ പുതിയ ഫോസ്റ്റർ മദർ ഓടി വന്ന് പൈപ്പറെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടെ സംസാരിക്കുക. ആന്റിയോട് ആന്റിയുടെ പേരെന്താണെന്നും ചോദിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് ആദ്യം കാണുമ്പോൾ തോന്നുന്നു. അവർ നമ്മൾ 3 പേർക്കും കൂടെ ഒരു സെൽഫി എടുക്കാമെന്നും പറഞ്ഞ് അവർ 2 പേരെയും ഒരുമിച്ച് നിർത്തി ഒരു സെൽഫി എടുക്കും. പക്ഷെ സെൽഫി എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ ആന്റിയുടെ തല മറയുന്ന രീതിയിൽ നിന്നിട്ടാണ് ഈ സ്ത്രീ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഈ വീടിനകത്തുള്ള ഒരു പട്ടിയെ പരിചയപ്പെടുത്താമെന്നും പറഞ്ഞ് പൈപ്പറിനെ കൊണ്ടുപോയി അവിടെ ടേബിളിൽ വെച്ചിരിക്കുന്ന ഒരു പട്ടിയെ കൊണ്ട് തൊടിയിക്കും. എന്നാൽ ആ പട്ടി അനങ്ങുന്നില്ല. അപ്പോഴാണ് ഈ ഫോസ്റ്റർ മദർ പറയുക, അത് ജീവനുള്ള പട്ടിയല്ല, പണ്ട് ഈ ലേഡി വളർത്തി ചത്തുപോയ പട്ടിയാണ്. അതിനെ പിരിയാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ സ്കിൻ മാത്രം എടുത്ത് അകത്തൊരു പാവയുണ്ടാക്കി ജീവനുള്ളതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ സമയത്തായിരിക്കും ആന്റി നിലത്ത് കാർപ്പറ്റിൽ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. അത് കാർപ്പറ്റിൽ കണ്ണു കാണാത്തവർ കാല് തട്ടി വീഴാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത് പൈപ്പറിന് വേണ്ടിയാണോ നിങ്ങൾ ചെയ്തതെന്ന് ആന്റി ആ ലേഡിയോട് ചോദിക്കുന്നുണ്ട്. അതിന് ആ ലേഡി പറയും, അല്ല, ഇതെന്റെ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു, എന്റെ മോളും ബ്ലൈൻഡ് ആണ്. അപ്പൊ മോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മോള് മരണപ്പെട്ടു. അയ്യോ, അതെപ്പോ സംഭവിച്ചു, എങ്ങനെയാണ് ഉണ്ടായെന്ന് ഇവർ ചോദിക്കും. അവൾ വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടതെന്ന് ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോഴായിരിക്കും അവർക്കൊരു ഫോൺ വരുന്നത്. ഇവർ ഇങ്ങോട്ട് അയച്ച ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ആൾക്കാരാണ് ആ ലേഡിക്ക് ഫോൺ വിളിച്ചിരിക്കുക. അവർ ഫോണിൽ സംസാരിക്കുന്ന സമയം പൈപ്പർ ചോദിക്കും, ഈ വീടിന് ബാക്ക് യാർഡ് ഉണ്ടോന്ന്. ആന്റി ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ചെന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞ് ഇവർ 2 പേരും കൂടെ ബാക്ക് യാർഡിലേക്ക് ചെല്ലും. അപ്പൊ അവിടെ ഒരു കോഴിക്കൂടും കുറച്ച് കോഴികളെ വളർത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതിന് തൊട്ടരികിലായി വലിയൊരു പൂളുണ്ട്, സ്വിമ്മിംഗ് പൂള്. എന്നാൽ ആ പൂളിനകത്ത് തീരെ വെള്ളമില്ല. ആ പൂൾ ആരും ഉപയോഗിക്കാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഈ പൂളിൽ ഒരു ചെറിയ പയ്യൻ പൂച്ചയെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത് കാണാം. അപ്പോഴായിരിക്കും ലോറ, ആ ഫോസ്റ്റർ മദറിന്റെ പേര് ലോറ എന്നാണ്, ലോറ ഓടി വന്ന് ആ പയ്യനെ നീ പൂച്ചയെ തട്ടിപ്പറിച്ചിട്ട് അവിടുന്ന് മാറിപ്പോവാ. ഈ പയ്യനെ കാണുമ്പോൾ ചെറിയ പേടി തോന്നുന്നുണ്ട്. 10-12 വയസ്സേ കാണുള്ളൂ. ഷർട്ടൊന്നും ധരിച്ചിട്ടില്ല, മൊട്ടത്തലയാണ്, കണ്ണിന് താഴെയായി ഒരു മുറിപ്പാടുണ്ട്. എന്താ പറ്റിയെന്ന് പൈപ്പർ ചോദിക്കുമ്പോൾ ആന്റി പറയും, ഒരു ചെറിയ പയ്യൻ നിപ്പുണ്ട്, അത് ആ അമ്മയുടെ മറ്റൊരു മോനാന്ന് തോന്നണോന്ന്. ഈ സീൻ കഴിഞ്ഞിട്ട് ലോറ ആ പയ്യൻ ആരാണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അവന്റെ പേര് ഒലിവർ എന്നാണ്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ പിള്ളേരെ പോലെ തന്നെ ഒലിവറിനെയും ലോറ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്തുന്നതാണ്. എന്നാൽ ഒലിവർ ആവട്ടെ ഊമയാണ്, അവനെ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ നല്ല പയ്യനാണെന്ന് ലോറ പറയും. അപ്പോൾ പൈപ്പർ ആന്റിയോട് ചോദിക്കുകയാണ്, ഒലിവർ കാണാൻ എങ്ങനെയാണെന്ന്. ആന്റി പറയും, അവനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, നിന്നെ നോക്കി അവൻ ചിരിക്കുന്നുണ്ടെന്ന്. എന്നാൽ ശരിക്കും അവൻ പൈപ്പറിനെ നോക്കി ചിരിക്കുന്നില്ല. പൈപ്പറിന് വിഷമാവണ്ടെന്ന് കരുതിയിട്ടാണ് എല്ലാ സമയത്തും ചേട്ടൻ നല്ല കാര്യങ്ങൾ മാത്രം പൈപ്പറിനോട് പറയുന്നത്. ഇപ്പൊ പൈപ്പർ ചോദിക്കും, അവന് മുടിയുണ്ടോന്ന്, അവന്റെ മുടിയുടെ നിറം എന്താണെന്ന്. അത് കേട്ട് ലോറ പറയും, അവന് നല്ല കട്ടിയുള്ള ചുവന്ന ചുരുണ്ട മുടിയാണെന്ന്. എന്നാൽ പയ്യന്റെ തലയാണെങ്കിൽ മുട്ടത്തലയാ, കാര്യമായ മുടിയൊന്നുമില്ല. ഇത് കഴിയുമ്പോൾ ആന്റി കാറിലേക്ക് ചെന്ന് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വീണ്ടും തിരിച്ച് വീടിനകത്തേക്ക് വരിക.
അപ്പോഴായിരിക്കും ആ വീടിന് ചുറ്റുമുള്ള വൈറ്റ് ലൈൻ ഒന്നുകൂടെ ആൻറ്റി ശ്രദ്ധിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ വല്ല പാറ്റിയോ പഴുതാരിയോ വരാതിരിക്കാൻ വേണ്ടി ഇട്ട ഉറുമ്പ് പൊടിയായിരിക്കുന്നു വിചാരിച്ചിട്ട് അവൻ വീടിനകത്തേക്ക് ചെല്ലും. ഈ ലോറ പൈപ്പറിന് അവരുടെ മകളുടെ മുറിയാണ് കൊടുക്കുക. ഈ മുറി നിനക്ക് ഇഷ്ടാവെന്ന് പറഞ്ഞിട്ട് ആൻറ്റിക്കാവട്ടെ മുകളിലത്തെ ഒരു സ്റ്റോർ റൂമും കൊടുക്കും. അവനെ കാര്യമായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നില്ല, എന്തോ ഒരു ഇഷ്ടക്കേടുള്ളതുപോലെ. നമ്മുടെ ആൻറ്റി ആവട്ടെ മുറിയിലേക്ക് വന്ന് അവൻ്റെ ഏതോ ഒരു ഗേൾ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ലോർ അങ്ങോട്ട് വരുന്നത്. ലോർ ആൻറ്റിയോട് പറയും, 3 മാസം കഴിയുമ്പോൾ നീ പൈപ്പറുടെ ഗാർഡിയൻഷിപ്പ് വേണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടത്രേ. ആൻറ്റി അതെ ശരിയാണെന്ന് പറയും. അപ്പൊ ലോറ, അങ്ങനെയാണെങ്കിൽ നീ സേഫും റിലയബിളും ആണെന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ പറയുന്ന അനുസരിച്ചിരുന്നോണം എന്നൊരു ചെറിയ ഭീഷണി സ്വരത്തിൽ വാണിംഗ് കൊടുക്കുകയാണ് ഈ അമ്മച്ചി. ഇവര് ചെക്കെന്നല്ലാന്ന് പറഞ്ഞാലേ പൈപ്പറിന്റെ ഗാർഡിയൻഷിപ്പ് ചൈൽഡ് സേഫ്റ്റിക്കാര് ചേട്ടന് കൊടുക്കുള്ളൂ. അതുകൊണ്ട് ആന്റി ഇവരെ ചോദ്യമൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ലോറ, നീ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ ഗേൾഫ്രണ്ടിനോടാണോ? എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പൊ ആന്റി പറയും, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അത് പേഴ്സണൽ മാറ്ററാ, ഞാൻ ചുമ്മാ തമാശ പറയായിരുന്നു എന്ന്. എന്നാൽ ലോറയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ സംസാരിക്കുന്ന ആരോടാണ്, എന്താണ് സംസാരിച്ചതെന്ന് ആന്റി പറയണം. ഒരു പ്രത്യേക പിടിവാശി കാണിക്കുന്നു ഈ സ്ത്രീ. അപ്പോഴായിരിക്കും അടുത്ത മുറിയിൽ നിന്നും നമ്മുടെ പൈപ്പർ ചേട്ടനോട് സംസാരിക്കുന്നു. ഞാനിവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാം എന്ന് പൈപ്പർ പറയും. അപ്പൊ ആന്റി, നിനക്ക് എന്തെങ്കിലും വേണോ പൈപ്പർ എന്ന് ചോദിക്കുമ്പോൾ പൈപ്പർ പറയും, അതെ, എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ചേട്ടനെ വേണമെന്ന്. ആന്റി ഇത് കേട്ട് ചിരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഈ ലോറ ആന്റിയുടെ ഫോൺ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഓടിച്ചെന്നത് തട്ടിപ്പറിക്കും. എന്റെ ഫോൺ നിങ്ങളോട് ആരാ ചോദിക്കാതെ എടുക്കാൻ പറഞ്ഞ്? അതൊരു ഡീസൻസി ആണോ എന്ന് ചോദിക്കുകയാണ്. അവൻ ചൂടായത് കണ്ട് ലോറ പേടിച്ചു മാറും. രണ്ടുപേരും പരസ്പരം സോറി പറയുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ലോറ ഒലിവറിനെ കാണാൻ, അതായത് ആ ചെറിയ പയ്യനില്ലേ വീട്ടിലെ, അവനെ കാണാൻ വിചിത്രമായിട്ടുണ്ടെന്ന് ആന്റി ഫോണിൽ ടൈപ്പ് ചെയ്തിരുന്നു. അത് കണ്ട് ലോറയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ ചോദിക്കും, എന്റെ മകൻ വിചിത്രനാണോ? നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞവർ മാറിപ്പോകും. ആന്റി അതിന് സോറി ചോദിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം നമ്മുടെ ഒലിവർ പയ്യൻ അവന്റെ അമ്മയെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ ഈ അമ്മ, നിന്റെ മുറിയിൽ കാത്തിരിക്കൂ, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറയും. അതായത് ലോറ. കുറച്ച് കഴിയുമ്പോൾ ഈ ലോറ ഒലിവറുടെ മുറിയിൽ ചെന്ന്, നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ഒരു വീഡിയോ കണ്ടിരുന്നില്ലേ, ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്, സൗണ്ട് എല്ലാം കുറച്ച് വെച്ചിട്ട്. ഇത് കഴിയുമ്പോൾ അന്ന് രാത്രി തന്നെ ലോറ കുഞ്ഞുമകനെയും വിളിച്ച് അവരെ ബാക്ക് യാർഡിലുള്ള സ്റ്റോർ റൂമിലേക്ക് ചെല്ലും. ഇത് നമ്മുടെ ആന്റി കാണുന്നുണ്ട്. അവൻ എന്തുകൊണ്ടാണെന്നൊന്നും മനസ്സിലാവില്ല. പിറ്റേന്ന് രാവിലെ ആന്റി ഉറക്കെഴുന്നേൽക്കുമ്പോൾ അവൻ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. സ്വപ്നത്തിൽ പറ്റിയതായിരിക്കുന്നു വിചാരിച്ചിട്ട് അവൻ ആരും കാണാതെ ആ വസ്ത്രം കൊണ്ടുപോയി അലക്കുകയാണ്. ഇത് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറുമ്പോൾ അവന് ഷവറിനടിയിൽ നിന്ന് കുളിക്കാൻ കഴിയില്ല. കാരണം ഈ ഷവർ കാണുമ്പോൾ എപ്പോഴും അച്ഛൻ മരിച്ചു കിടക്കുന്നതാണ് അവന് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ബാത്റൂമിലേക്ക് കയറാൻ തന്നെ അവന് പേടിയാ. അവനന്ന് കുളിക്കുന്നില്ല. ഈ സമയത്ത് ലോറ ഒലിവറുടെ മുറിയിൽ ചെന്ന്, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം, കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും പറഞ്ഞ് ആ ഡോർ ലോക്ക് ചെയ്ത് നമ്മുടെ പിള്ളേരെ, ആന്റിയെയും പൈപ്പറിനെയും കൂട്ടി അവരുടെ അച്ഛന്റെ ഫ്യൂണറലിന് പോവാണ്. ആദ്യമേ മക്കൾ രണ്ടുപേരും ചെന്ന് അച്ഛന്റെ ബോഡി കാണും. അപ്പൊ ആന്റി ആവട്ടെ ബോഡിയിലേക്ക് നോക്കുന്നതന്നെ ഉണ്ടാവില്ല. നോക്കാതെ തന്നെ പൈപ്പറിനോട് പറയും, അച്ഛനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. എല്ലാവരും ബോഡി കണ്ടതിന് ശേഷം ഈ ലോറ മെല്ലെ ബോഡി കരിയിലേക്ക് ചെന്നിട്ട് ആരും കാണാതെ അച്ഛന്റെ തലയിൽ നിന്നും കുറച്ച് മുടി കട്ട് ചെയ്തെടുത്ത് ഒളിച്ചു വെക്കും. ഇത് കഴിഞ്ഞ് ആന്റിയുടെ അടുത്ത് ചെന്നിട്ട്, അവസാനമായി അച്ഛനൊരു പ്രാവശ്യം പോലും നീ നോക്കിയില്ല, അത് വളരെ മോശമായി പോയി. ഒരാൾ മരിച്ചാലും അവരുടെ ആത്മാവ് കൂടെ തന്നെ ഉണ്ടാകുമെന്ന, അതുകൊണ്ട് ഒരു തവണയെങ്കിലും നീ അച്ഛന്റെ ബോഡിയിലേക്ക് നോക്കണം, അവസാനമായിട്ടൊരു ഉമ്മ കൊടുക്കണം എന്ന് പറയും. ഇത് കേട്ട് പൈപ്പർ ചോദിക്കും, നീ അപ്പം എന്നോട് കള്ളം പറഞ്ഞാണോ? നീ അച്ഛനെ നോക്കിയില്ലേ? എന്തുകൊണ്ടാ നോക്കാത്തതെന്ന്. അതിന് ആന്റി പറയും, അങ്ങനെയൊന്നുമില്ല, അച്ഛൻ ഈ അവസ്ഥയിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നോക്കാതിരുന്ന, ഞാനിപ്പോൾ പോയി നോക്കിക്കോളാമെന്നും പറഞ്ഞ് അവൻ ലോറയുടെ കൂടെ അച്ഛനെ കാണാൻ ചെല്ലാണ്. ഈ സമയത്ത് ഇവിടെ വീട്ടിലുള്ള ഒലിവർ, ആ കുഞ്ഞു പയ്യൻ, അവനെ അടച്ചു വെച്ചിരിക്കുന്ന മുറിയുടെ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തേക്കിറങ്ങും. ഈ ഗ്ലാസ് പൊട്ടിച്ചതുകൊണ്ട് അവന്റെ കൈ നിറച്ചും രക്തമാണ്. എന്നാലും അവനത് വകവയ്ക്കാതെ നേരെ ഈ ബാക്ക് യാർഡിലുള്ള സ്റ്റോർ റൂമിലേക്ക് ചെല്ലാണ്. എന്നാൽ ആ സ്റ്റോർ റൂം പൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവന് തുറക്കാൻ കഴിയില്ല. ഇവനപ്പോൾ അടുത്തുള്ള കോഴിക്കൂട്ടി ചെന്ന് 1-2 കോഴികളെ പിടിക്കും. പിന്നെ എന്താ ചെയ്യണമെന്നറിയില്ല. ഈ സമയത്ത് ആന്റിയും ലോറയും ചെന്ന് അച്ഛന്റെ ബോഡി കാണുന്നു. ലോറ പറയും, അച്ഛനൊരു ഉമ്മ കൊടുക്കണമെന്ന്. അപ്പൊ ആന്റി പേടിച്ചിട്ടാണെങ്കിലും അച്ഛന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ലോറ, നെറ്റിയിൽ മാത്രമല്ല ചുണ്ടിലും ഉമ്മ കൊടുക്കണം, അതൊരു ചടങ്ങാണെന്ന് പറയും. എന്നാൽ ആന്റിക്ക് ചുണ്ടിൽ ഉമ്മ കൊടുക്കാൻ കഴിയില്ല. അവന് പേടിയായിരിക്കും. ഈ സ്ത്രീയാണെങ്കിൽ പുറത്ത് പിടിച്ച് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കഷ്ടമാണ്, ചെയ്യണമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന അവനെ ഫോഴ്സ് ചെയ്യുക. അവരെ ഫോഴ്സ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാവും. എന്നാൽ ആന്റി ആവട്ടെ എനിക്ക് കഴിയുന്നില്ല എന്നും പറഞ്ഞ് പേടിച്ച് പിറകോട്ട് മാറുമ്പോൾ ഈ തള്ള ആന്റിയെ കെട്ടിപ്പിടിച്ച്, നിനക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ഈ സ്ത്രീ
ഡാഡിയുടെ ചുണ്ടത്ത് ഉമ്മ കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫ്യൂണറലും കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോവാ. അപ്പൊ പിള്ളേര് രണ്ടുപേരും അപ്സെറ്റ് ആയിരിക്കും. ഇത് കാണുമ്പോൾ ലോറ, ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കേണ്ട ദിവസമല്ല, മരിച്ചവരെ സന്തോഷപൂർവ്വം പറഞ്ഞു വിടേണ്ട ദിവസമാണ്. ഇന്ന് നമ്മൾ സങ്കടപ്പെട്ടിരിക്കരുത്, ആഘോഷിക്കണം. ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാ? വീട്ടിലേക്ക് ചെന്ന് ചെറിയൊരു പാർട്ടി സെറ്റ് ചെയ്യാം, നിങ്ങളും കൂടണമെന്ന് പറഞ്ഞ് ലോറ പിള്ളേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വലിയ സ്വരത്തിൽ പാട്ടൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഇവർക്ക് കുടിക്കാൻ വേണ്ടി മദ്യം കൂടെ സെറ്റ് ചെയ്യും. ഈ സമയത്ത് ഒലിവർ ഇതെല്ലാം പുറത്തു നിന്ന് കാണുന്നുണ്ടാവും. എന്നാൽ ലോറയുടെ വിചാരം ഒലിവർ മുറിക്കകത്താണെന്നാണ്. പിള്ളേരും ലോറയും കൂടെ ഏതോ ഒരു ഗെയിമൊക്കെ കളിച്ചിട്ട് തോൽക്കുന്നവർ ഓരോ പെഗ്ഗായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പൈപ്പർ കുഞ്ഞല്ലേ, അവൾ ഒരിക്കലും മദ്യം കഴിച്ചിട്ടില്ല. എന്നാൽ ലോറയാവട്ടെ ഇന്ന് അച്ഛൻ്റെ ദിവസമാണ്, അതുകൊണ്ട് നീയും കഴിക്കണമെന്ന് പറഞ്ഞ് പൈപ്പറേയും നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കും. അവളും തെറ്റൊന്നും ധരിക്കാതെ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിച്ച് എല്ലാവരും ഇപ്പോൾ നല്ല ഡോസായിട്ടുണ്ട്. പാട്ടൊക്കെ വെച്ച് തുള്ളിച്ചാടി ഡാൻസ് കളിക്കുന്നു. കുറെ കഴിയുമ്പോൾ പൈപ്പറുടെ ബോധമൊക്കെ പോയി അവൾ ഫിറ്റായിട്ട് കിടന്നുറങ്ങും. അപ്പോഴായിരിക്കും ആൻറ്റി ലോറയോട് വന്ന് നന്ദി പറയുക. ഇങ്ങനൊരു ദിവസം സമ്മാനിച്ചതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ ഒരുപാട് വിഷമത്തിലായിരുന്നു എന്ന് പറയും. അപ്പൊ ലോറ, നിനക്ക് എന്തെങ്കിലും മനസ്സിലുള്ള സങ്കടം എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, മുഖത്തേക്ക് നോക്കണമെന്നില്ല, നമുക്ക് പരസ്പരം എതിർഭാഗത്തേക്ക് നോക്കിയിരുന്ന് മനസ്സിലുള്ളത് പറയാന്ന് പറഞ്ഞ് ആദ്യം ലോറ പറയും, എൻ്റെ മോള് കാത്തി എന്നാണ് മോളുടെ പേര്. അവള് മരിച്ചു പോയതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. ഒരുപാട് ദിവസം ഞാൻ അംഗീകരിച്ചിട്ടില്ല. അവളെ സെമിത്തേരിയിൽ അടക്കം ചെയ്തു കഴിഞ്ഞ് ഞാൻ ആ സെമിത്തേരി വിട്ടു വന്നില്ലായിരുന്നു. എൻ്റെ മകൾ അവിടെ ഒറ്റയ്ക്കാക്കി തിരിച്ചു പോരാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചുനാൾ ഞാൻ ആ സെമിത്തേരിയിൽ തന്നെ എൻ്റെ മകളോടൊപ്പം കിടന്നു. ഇന്നും അവളെ പിരിഞ്ഞതായിട്ട് എൻ്റെ മനസ്സ് അംഗീകരിക്കുന്നില്ല. അവളുടെ അമ്മയെന്നുള്ള വിളി ഒരൊറ്റ തവണയെങ്കിലും കേൾക്കാൻ ഞാൻ എന്ത് ത്യാഗത്തിനും തയ്യാറാണ്. ഇത് പറഞ്ഞ് ലോറക്കാരെയും എന്നിട്ട് ആൻറ്റിയുടെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആൻറ്റി പറയും, ഞാനും അച്ഛനും തമ്മിൽ സംസാരിക്കില്ലായിരുന്നു. പൈപ്പർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം എന്നോട് സംസാരിക്കുകയുള്ളൂ. അവളെപ്പറ്റി മാത്രം. അവളായിരുന്നു അച്ഛൻ്റെ ഫേവറേറ്റ്. ഇത് കേൾക്കുമ്പോൾ ലോറ ചോദിക്കും, അതുകൊണ്ടായിരുന്നോ നീ പൈപ്പറിനെ തല്ലിയതെന്ന്? അതായത് ആൻറ്റി പൈപ്പറിനെ തല്ലിയിട്ടുണ്ട്, പക്ഷെ അവരുടെ ചെറുപ്പത്തിലാണെന്ന് മാത്രം. ഇതാർക്കും അറിയില്ലായിരുന്നു. ഇതെങ്ങനെയാ നിങ്ങൾ അറിഞ്ഞതെന്ന് ആൻറ്റി ലോറയോട് ചോദിക്കും. ലോറ പറയും, വെൻഡി പറഞ്ഞിട്ടാണെന്ന്. അതായത് ആ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ഓഫീസറല്ലേ, ആ ലേഡി പറഞ്ഞാണെന്ന്. നിനക്ക് അവളിൽ അസൂയായിരുന്നോ എന്ന് ലോറ ചോദിക്കുകയാണ്. അപ്പൊ ആൻറ്റി പറയും, എൻ്റെ അച്ഛൻ അവളമ്മയെ കല്യാണം കഴിച്ചതോടുകൂടെ എല്ലാം മാറി. അങ്ങേർക്കൊരു ഫാമിലി കിട്ടിയിരുന്നു, പക്ഷെ എനിക്ക് കൂട്ടായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എന്നെ ആരും ശ്രദ്ധിച്ചില്ല. ഞാനൊരു കുഞ്ഞായിരുന്നല്ലോ. അച്ഛൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളുകളിൽ വഴക്കൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമാണ് ഉണ്ടായത്. ദേഷ്യം വരുമ്പോഴൊക്കെ ഷവർ ഓണാക്കിയിട്ട് ആരെയും ശബ്ദം കേൾപ്പിക്കാതെ എന്നെ തല്ലുമായിരുന്നു. പക്ഷെ ഒരിക്കലും അച്ഛൻ അനിയത്തിയെ ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ട് ചെറുപ്പത്തിൽ എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ആൻറ്റി അവൻ്റെ മുറിയിലേക്ക് ചെന്ന് കിടന്നുറങ്ങാണ്. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങി. ഈ സമയത്ത് നമ്മുടെ ലോറ അവളുടെ മുറിയിലേക്ക് ചെന്ന് ഒരു കപ്പിൽ അവളുടെ യൂറിൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആൻറ്റിയുടെ പുറത്തേക്ക് ഒഴിക്കും. അവൻ മൂത്രമൊഴിച്ചതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട്. പല വിചിത്രമായ സ്വഭാവങ്ങളുണ്ട് ഈ സ്ത്രീക്ക്, എന്താണാവോ. ഇത് കഴിഞ്ഞ് ആൻറ്റിയുടെ ഫോൺ എടുത്ത് അവൻ ഈ വീട്ടിൽ നിന്നെടുത്ത ഫോട്ടോകളെല്ലാം ലോറ ഡിലീറ്റ് ചെയ്ത് കളയും. ആ സമയത്തായിരിക്കും കുഞ്ഞു പയ്യൻ ഒലിവർ അവരെ വീട്ടിലെ പൂച്ചേനെയും കൊണ്ട് വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് പോയിട്ടുണ്ടാവുക. ഉടനെ ലോറ പുറകെ ഓടിച്ചെന്ന് ഒലിവറെ വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ടുവരും. എന്നിട്ട് അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കുക. ആ പൂച്ചയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഈ കുളിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലോറ ഒലിവറോട്, ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും, നീ ഇപ്പോഴും ഈ പയ്യനകത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നുണ്ട് ഈ ബാത്ത് ടബിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹാൻഡ് വാഷ് ടാപ്പിനകത്ത് നിന്നും വെള്ളം ചീറ്റാൻ തുടങ്ങും. ഈ വെള്ളം കൊണ്ട് അവിടെ ഒരു മിസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ആ മിസ്റ്റിലൂടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒലിവറ രൂപമൊക്കെ മാറി ഒരു സാത്താന്റെ രൂപം കാണാം. പെട്ടെന്ന് കണ്ണാടിയെല്ലാം പൊട്ടിച്ചെതറും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിറ്റേന്ന് ആൻറ്റി ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ മൂത്രമൊഴിച്ചിരിക്കുന്ന കണ്ട് ആകെ വഷളാവും. ഇതാരെയും കാണിക്കാതെ കഴുകാൻ കൊണ്ടുപോകുമ്പോഴാണ് ലോറ അവിടെ നിൽക്കുന്നത്. ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞ് ലോറ അവൻ്റെ വസ്ത്രം വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ലോറയും പൈപ്പറും കൂടെ ടൗണിലേക്ക് പർച്ചേസിങ്ങിന് പോകുന്ന കാര്യം ആൻറ്റിയോട് പറയുക. അവര് മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറയും. ആ സമയത്ത് ഒലിവർ മുറിയിൽ നിന്നും പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കണം. ഒലിവർ പുറത്തു വന്നാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി തലയിടിക്കും. അതുകൊണ്ട് അവനെ മുറിയിൽ നിന്ന് പുറത്തിറക്കണ്ടെന്നാണ് ലോറ പറയുക. ശരിയെന്ന് ആൻറ്റി പറയും. അപ്പണ്ട് ഈ വസ്ത്രങ്ങൾ ചെക്ക് ചെയ്ത ലോറ, നീ ഈ പ്രായത്തിലും മൂത്രം ഒഴിക്കുന്നോടാ എന്ന് ചോദിച്ച് ആൻറ്റിയെ കളിയാക്കും. എന്നിട്ട് അവനോട് ചെന്ന് കുളിക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പൈപ്പറിനോട്, നിന്റെ സഹോദരന്റെ പെരുമാറ്റം ഒരുപാട് വിചിത്രമാണ്, അവൻ എന്തൊക്കെയോ മാനസിക കുഴപ്പങ്ങളുള്ളതുപോലെ. ഇന്നലെ രാത്രി നീ ഉറങ്ങിക്കഴിഞ്ഞ് അവൻ എന്നോട് മോശമായിട്ട് പെരുമാറി. ഞാനത് മുഴുവൻ കാറിൽ വെച്ച് പറയാമെന്ന് ലോറ പറയും. അത് കഴിഞ്ഞ് ഇവരെല്ലാം തയ്യാറായി ലോറയും പൈപ്പറും കൂടെ പർച്ചേസിങ്ങിന് വേണ്ടി ടൗണിലേക്ക് പോവാം. ആൻറ്റിയും ഒലിവറും മാത്രമായിരിക്കും വീട്ടിൽ. നമ്മുടെ ആൻറ്റിക്കാണെങ്കിൽ ഷവറിനടിയിൽ കുളിക്കാൻ പേടിയാണല്ലോ. അതുകൊണ്ട് അവൻ ബാക്ക് യാർഡിലുള്ള പൈപ്പിന്റെ ടാപ്പ് തുറന്ന് അവിടെ വെച്ചായിരിക്കും കുളിക്കുന്നത്. അപ്പോഴാണ് അവൻ ഒലിവർ മുകളിലത്തെ മുറിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണുന്നു. പാവൻ ചെറുക്കൻ ഒറ്റയ്ക്ക് ആ മുറിയിലിരിക്കുകയാണ്. അവനോട് 4 വർത്താനം പറഞ്ഞ് കൂടെ ഇരുത്താം എന്ന് വിചാരിച്ചിട്ട് ആൻറ്റി അവൻ്റെ
അവന്റെ മുറിയിലേക്ക് ചെല്ലും. അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാലും ആന്റിക്ക് ലോക്ക് തുറക്കാൻ അറിയുന്നതുകൊണ്ട് അവൻ ആ ഡോർ തുറന്ന് ഒലിവറെ കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് നിനക്ക് വിശക്കുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തരാമെന്ന് പറഞ്ഞ് ഒരു ഫ്രൂട്ട് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ നീ സംസാരിക്കുന്നൊന്നുമില്ലെങ്കിൽ അത് എഴുതി കാണിക്കുമെന്ന് പറഞ്ഞ് ആന്റി ഒലിവറിന്റെ അടുത്തേക്ക് ഒരു പേനയും പേപ്പറും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഫ്രൂട്ടിന്റെ പീസും കട്ട് ചെയ്ത് കൊടുക്കും. ഒലിവർ ആണെങ്കിൽ ആ ഫ്രൂട്ട് മാത്രമായിട്ട് എടുക്കാതെ കത്തിയോടും കൂടെ ചേർത്ത് ആ ഫ്രൂട്ട് തട്ടിപ്പറിക്കുക. അപ്പൊ ആന്റി ശരി നിനക്ക് ഞാനൊരു പ്ലേറ്റ് തരാമെന്നും പറഞ്ഞ് തിരിഞ്ഞ് പ്ലേറ്റ് തപ്പുമ്പോഴായിരിക്കും ഈ ചെറുക്കൻ ആ ഫ്രൂട്ട് കഴിക്കുകയല്ല ചെയ്യുന്ന, വായക്കകത്തേക്ക് കത്തി കുത്തി കയറ്റിയിട്ട് ആ കത്തി കിടന്ന് ചവയ്ക്കുന്നുണ്ടാവും. പല്ലും മോണയൊക്കെ തുണ്ടായി മുറിയുന്നുണ്ട്. ഇത് കണ്ട് ഞെട്ടി ആന്റി ആ കത്തിയിലേക്ക് ചാടി പിടിച്ച് ഒലിവറെ കയ്യിൽ നിന്ന് കത്തിയും പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നീ എന്ത് പണിയാടെ കാണിച്ച് ചെറുക്ക, വായൊക്കെ പൊട്ടിക്കീറിയല്ലോ, വായ നോക്ക് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഒലിവർ ആ വീട്ടിൽ നിന്നും പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാം. ഒലിവർ സമ്മതിക്കുന്നില്ല. ചെറിയ പയ്യനായതുകൊണ്ട് പേടിച്ചിട്ട് വരാത്താന്ന് വിചാരിച്ചിട്ട് ആന്റി അവനെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോകും. ആ വീടിന് ചുറ്റും വരച്ചിരിക്കുന്ന വെള്ളപ്പൊടി വര കഴിഞ്ഞ ഉടനെ ഈ ചെറുക്കൻ നിലത്തേക്ക് വീണ് കിടന്ന് പെടയ്യ, ഒച്ച വെച്ച് പെടയ്യ. അവന്റെ വയറിനകത്ത് എന്തോ ഒരു സാധനം കിടന്ന് ഇളകുന്നുണ്ടാവും. ഒരുമാതിരി പെരിച്ചാഴിനെ പിടിച്ചകത്തിട്ടതുപോലെ. കുറെ നേരം പെടഞ്ഞു കഴിഞ്ഞിട്ട് ഈ ചെറുക്കൻ ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ സഹായിക്കൂ എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഈ പയ്യന് സംസാരിക്കാൻ അറിയാം. പിന്നെന്താണ് അവന് സംഭവിച്ചത്? ഈ സമയത്തായിരിക്കും ലോറ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവുക. നീ എന്റെ പയ്യനെ എന്ത് കാണിച്ചടാന്നും പറഞ്ഞ് ലോറ ആന്റിയുടെ അടുത്തേക്ക് ഓടി വന്ന് അവനെ തള്ളിവിട്ടിട്ട് ഒലിവറിനെയും പൊക്കിയെടുത്ത് വീടിനകത്തേക്ക് ഓടും. ആന്റിക്കാണെങ്കിൽ എന്താ സംഭവിക്കണേന്ന് മനസ്സിലായില്ല. അവന് തല കറങ്ങുന്ന അവസ്ഥ. അതുകൊണ്ട് അവനൊന്നും പറയാൻ പറ്റുന്നില്ല. താൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ, ഇവിടെ എന്താ സംഭവിക്കണേന്ന് അവന് മനസ്സിലായില്ല. ഒലിവറിന് എഴുതാൻ കൊടുത്തിരുന്ന പേപ്പറിൽ അവൻ ബേഡെന്നോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ലോറ ഒലിവറെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ആ റഷ്യൻ റിച്വല് ടിവിയിൽ പ്ലേ ചെയ്ത് ഒലിവർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ആ പയ്യന് സ്വബോധം ഉണ്ടാവും. ഒലിവർക്ക് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, ഇവിടെ എന്താ സംഭവിക്കണേന്ന് ആ പയ്യൻ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ലോറ ചാടി വീണ് ഈ പയ്യന്റെ വാ പൊത്തിപ്പിടിച്ചിട്ട് അവന്റെ തലയിൽ റിപ്പീറ്റായിട്ട് വട്ടം വരച്ചുകൊണ്ടിരിക്കുക, എന്തോ മന്ത്രവും ചൊല്ലിക്കൊണ്ട്. നമ്മുടെ പിള്ളേര് പുറത്തായതുകൊണ്ട് അവർക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. കുറെ സമയം കഴിയുമ്പോൾ ലോറ പെട്ടെന്ന് വാതിൽ തുറന്നു വന്നിട്ട് ആന്റിയെ ചീത്ത പറയും. നിന്നോട് ആര് പറഞ്ഞടാ എന്റെ മുറിയിൽ അതിക്രമിച്ച് കിടക്കാൻ? ഇനി മേലെ എന്റെ വീട്ടിൽ തോന്നിയസം കാണിച്ചു പോകരുത്, എനിക്ക് നിന്നെ കാണും വേണ്ടാന്നും പറഞ്ഞ് ലോറ പൈപ്പറിനെ മാത്രം അവളുടെ മുറിയിലേക്ക് വിളിച്ചു കയറ്റും. പൈപ്പറിനാണെങ്കിൽ കണ്ണ് കാണില്ലല്ലോ. ഇവരച്ഛന്റെ തലയിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ആ മുടി അത് ലോറ ഒലിവറിന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒലിവറിന്റെ കണ്ണൊക്കെ മാറിയിട്ടുണ്ടാവും, ചോന്നിട്ടുണ്ടാവും, ഒരു സാത്താൻ കൂടിയ അവസ്ഥയായിരിക്കും. ഇത് കഴിഞ്ഞ് ഈ വീടിന്റെ ചുറ്റുമുള്ള പ്രദേശം ഒരു ഹെലിക്യാം വ്യൂവിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. ആ വെള്ളപ്പൊടി കൊണ്ടുള്ള വട്ടമില്ലേ, അത് വീടും പറമ്പും ചേർന്ന് വലിയൊരു ചുറ്റളവിലാണ് ഈ സ്ത്രീ വെതറിയിരിക്കുന്നത്. ഈ സമയത്ത് ആന്റി രണ്ടും കൽപ്പിച്ച് ഷവറിനടിയിൽ കുളിക്കാൻ ചെല്ലും. അപ്പൊ ഷവറിന് തൊട്ടടുത്ത് അച്ഛന്റെ രൂപം നിൽക്കുന്നതായിട്ടും അച്ഛൻ ഇവനോട് സംസാരിക്കുന്നതായിട്ടും ഇവന് തോന്നുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ നിന്റെ അനിയത്തി കൊല്ലപ്പെടും, അവൾ മരണപ്പെടുമെന്ന് അച്ഛന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ശരിക്കും അച്ഛനുണ്ടോയെന്നറിയാൻ വേണ്ടി ഗ്ലാസിനപ്പുറം ചെന്ന് ആന്റി നോക്കുമ്പോണ്ട് വെന്തുരുകിയതുപോലത്തെ അച്ഛന്റെ ശരീരം അവിടെ ശരിക്കും നിൽപ്പുണ്ടാവും. ഇത് കണ്ട് പേടിച്ചവൻ മുന്നോട്ട് ഓടാൻ ശ്രമിക്കുക. പെട്ടെന്ന് കാൽ വഴുതി തലയിടിച്ചവൻ നിലത്തേക്ക് വീഴും. പിന്നെന്താ സംഭവിച്ചെന്നറിയില്ല. ബോധം വരുമ്പോൾ നമ്മുടെ ചെറുക്കൻ ആശുപത്രിയിലായിരിക്കും. എന്റെ അനിയത്തിക്കുട്ടി എവിടെ? അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അവൾ മരണപ്പെടും, എന്നെ വിടൂ വിടൂ എന്ന് പറഞ്ഞ് അവൻ ഡോക്ടർമാരോടും നഴ്സുമാരോടും ബഹളം വെക്കുന്നുണ്ടാവും. ഈ നേരം ലോറയുടെ വീട്ടിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോറയുടെ മുഖത്ത് ഒരുപാട് സന്തോഷമുണ്ടാവും.